ചില പ്രണയങ്ങൾ പെയ്തു തോരാത്ത മഴ പോലെയാണ്. അത് ഹൃദയത്തിൽ പെയ്യാൻ തുടങ്ങുമ്പോൾ ഭാഷയോ പദവിയോ ദേശമോ അതിരുകൾ തീർക്കാറില്ല. തൃശ്ശൂരിൻ്റെ മണ്ണിൽ അക്ഷരങ്ങൾ തണൽ വിരിച്ച ഒരു കലാലയമുറ്റത്ത് വെച്ചാണ് അവർ കണ്ടുമുട്ടിയത്. ആബേൽ ജോൺ എന്ന പരുക്കനായ വിദ്യാർത്ഥി നേതാവും ലണ്ടന്റെ ആഡംബരങ്ങളിൽ നിന്നും അക്ഷരങ്ങളെ തേടിയെത്തിയ ആലിയ നൂർ എന്ന മാലാഖയും. അവരുടേത് വെറുമൊരു പ്രണയമായിരുന്നില്ല. വിരഹത്തിൻ്റെ കടലുകൾ താണ്ടി ത്യാഗത്തിൻ്റെ അഗ്നിയിലൂടെ നടന്ന് ഒടുവിൽ കാലം കാത്തുവെച്ച ഒരു വലിയ പോരാട്ടത്തിൻ്റെ കഥയായിരുന്നു. വിരഹത്തിൻ്റെ ആകാശത്ത് നിന്നും പ്രണയത്തിൻ്റെ ഭൂമിയിലേക്ക് പെയ്യാൻ വെമ്പുന്ന മഴമേഘങ്ങളെ പോലെ ഇതാ മനോഹരമായ ഒരു പ്രണയകാവ്യം. മേഘദൂത്. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. തൃശ്ശൂരിലെ പ്രശസ്തമായ അക്ഷര കോളേജ് ഓഫ് ആർട്സ് തിരുമുറ്റത്ത് അന്ന് അക്ഷരാർത്ഥത്തിലെ ഒരു പൂരം തന്നെയായിരുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചുവന്ന ചുടുകട്ട കെട്ടിടങ്ങളും വൻമരങ്ങളും തണൽ വിരിച്ച വലിയ ക്യാമ്പസ് നിറഞ്ഞ കലാലയത്തിൽ അന്ന് കോളേജിലെ ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. പശ്ചാത്തലത്തിൽ ആവേശം നിറച്ച് ചെണ്ടമേളത്തിന്റെ നാദവും വിദ്യാർത്ഥികളുടെ ആർപ്പുവിളികളും അന്തരീക്ഷത്തെ ഉണർത്തിക്കൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലൂടെ വെളുത്ത കുർത്തയും ജീൻസും അണിഞ്ഞ് കയൽ കോളേജ് യൂണിയന്റെ വലിയൊരു കൊടിയുമേന്തി ഗാംഭീര്യത്തോടെ ഒരു യുവാവ് നടന്നു വന്നു. അവനായിരുന്നു ആബേൽ ജോൺ, ആ കലാലയത്തിന്റെ നെടുന്തൂണായ യൂണിയൻ ചെയർമാൻ. നാട്ടിലെ പാവപ്പെട്ടവർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും മുൻപന്തിയിൽ നിൽക്കുന്ന, സൗഹൃദത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും മടിയില്ലാത്ത തന്റേടിയായ തറവാടിയായ യുവാവ്. അവന്റെ കൂടെ തന്നെ നിഴലായി റോണക്സുമുണ്ട്. റോണി ആബേലിന്റെ തോളിൽ തട്ടിക്കൊണ്ട് ശബ്ദം രണ്ട് കട്ട കൂട്ടി. ആബേല് ആക്ഷി ഹീറോ ചമഞ്ഞിങ്ങനെ നടക്കാതെ പതുക്കെ പ്രിൻസിപ്പൽ റൂമിലേക്ക് വിട്ടോ. സാറ് നിന്നെ തിരക്കൊരു വഴിയായി. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ കോളേജിൽ 6 മാസത്തെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ ഗസ്റ്റ് ലെക്ചർ വന്നിട്ടുണ്ടത്രേ. ലണ്ടൻ മലയാളിയാ. അവരെ സ്വീകരിക്കാനും ക്യാമ്പസ് പരിചയപ്പെടുത്താനും പ്രിൻസിപ്പൽ സാർ ഏൽപ്പിച്ചിരിക്കുന്ന നിന്നെയാ. അത് കേട്ടതും ആബേൽ മീശയുടെ തുമ്പൽപ്പം പിരിച്ചു. ശേഷം ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലണ്ടനിൽ നിന്ന് അക്ഷര കോളേജിലേക്ക് ലെക്ചറോ? അവരോട് ഇവിടുത്തെ പൂരവും സമരവും താങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചോടാ. നീ വാ, എന്നതായാലും ഒന്ന് പോയി നോക്കാം. ആ രണ്ടുപേരും കൂടി പ്രിൻസിപ്പലിന്റെ പുരാതനമായ ഓഫീസിലേക്ക് നടന്നു. റോണി പതുക്കെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ആബേൽ ഒരു നിമിഷം അവിടെ തന്നെ തറഞ്ഞിന്ന് പോയി. അവിടെ ജനലരികിൽ പുറംതിരിഞ്ഞൊരു പെൺകുട്ടി നിൽപ്പുണ്ടായിരുന്നു. ചന്ദന നിറമുള്ള ഒരു പ്രീമിയം കോട്ടൺ സാരിയും തലയിലൂടെ പകുതി മറിച്ച മനോഹരമായ സ്കാർഫുമായിരുന്നു അവളുടെ വേഷം. കയ്യിൽ കുറച്ച് പുസ്തകങ്ങളുമുണ്ട്. അക്ഷര കോളേജിന്റെ സുഖമുള്ള കാറ്റിൽ അവളുടെ മുടിഴകൾ പതുക്കെ പറക്കുന്നുണ്ടായിരുന്നു. അവർ അകത്തേക്ക് കയറിയ ശബ്ദം കേട്ട് അവൾ പതുക്കെ തിരിഞ്ഞു നോക്കി. ഏതൊരു പരിക്കൻ ഹൃദയത്തിലും പ്രണയത്തിന്റെ സൂഫി സംഗീതം നിറക്കുന്ന തരത്തിലുള്ള അതീവ ശാന്തവും മനോഹരമായ മുഖം, കൺമിഷി എഴുതിയ വലിയ നീലക്കണ്ണുകൾ. അവളായിരുന്നു ആലിയ നൂർ, ലണ്ടനിലെ വലിയ വ്യവസായിയായ ജലാൽ അഹമ്മദിന്റെ ഏക മകൾ. അവളുടെ കൂടെ തന്നെ ലണ്ടനിൽ നിന്ന് വന്ന ഉറ്റ സുഹൃത്ത് നസ്രിനും അവരെ സ്വീകരിക്കാനെത്തിയ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധിയായ വിദ്യാർത്ഥിനി മീരയും ഉണ്ടായിരുന്നു. ആലിയെ കണ്ടതും റോണി ആബേലിന്റെ പുറകിൽ നിന്ന് പതുക്കെ പാടി, ലണ്ടൻ പട്ടണം സുന്ദരി പെണ്ണേ. ഏയ് ആബേൽ, ഇതാണ് പ്രൊഫസർ ആലിയ നൂർ. ലണ്ടനിൽ നിന്നാണ്. നമ്മുടെ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന കൂടെയുള്ള സുഹൃത്ത് നസ്രീൻ. ഇവർക്ക് ക്യാമ്പസിൽ കൂട്ടിന് മീരയും ഉണ്ടാവും. എങ്കിലും കോളേജ് യൂണിയൻ ചെയർമാൻ എന്ന നിലയിൽ പ്രൊഫസർ ആലിയക്ക് ആവശ്യമായ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ആബേൽ നിന്റെ ഉത്തരവാദിത്വമാണ്, പ്രിൻസിപ്പൽ പറഞ്ഞു. ആലിയ ആബേലിനെ നോക്കി പതുക്കെ പുഞ്ചിരിച്ചു. ഒരു അധ്യാപികയുടെ ഗാംഭീര്യവും ഒരു മാലാഖയുടെ നിഷ്കളങ്കതയും ആ ചിരിയിലുണ്ടായിരുന്നു. അത് ആബേലിന്റെ നെഞ്ചിലേക്ക് നേരിട്ടാണ് ചെന്നിറങ്ങിയത്. അവൾ മലയാളം കലർന്ന ഉറുദു ശൈലിയോടെ സംസാരിച്ചു തുടങ്ങി. ഹലോ ആബേൽ, ഞാൻ ആലിയ. ലണ്ടനിൽ ജനിച്ചു വളർന്നാണെങ്കിലും ഈ നാടിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ആദ്യത്തെ ക്ലാസ് നാളെയാണ്. എവിടുത്തെ സ്റ്റുഡൻസൊക്കെ ഭയങ്കര ബിസിയാണോ? സമരമൊക്കെ ഉണ്ടാവും ഇവിടെ? ആനവിടെ ആ വിടർന്ന മനോഹരമായ നീലക്കണ്ണുകളിലേക്ക് നോക്കി ശേഷം ഒന്ന് പുഞ്ചിരിച്ചു. ഹലോ മാഡം, അക്ഷര കോളേജിലെ പിള്ളേരെ കുറച്ച് പരിക്കന്മാരാ. ഇടയ്ക്ക് സമരമൊക്കെ ഉണ്ടാവും. പക്ഷേ മാഡത്തിന് ഈ ഒരു ചിരി മതി. അവരെല്ലാവരും നാളെ മുതൽ സമരം നിർത്തി ക്ലാസ്സിൽ വന്നിരിക്കാൻ. വെൽക്കം ടു അവർ ക്യാമ്പസ് മാഡം. അത് കേട്ട് ചെയർമാൻ സാറിന് ഡയലോഗ് അടി കൊള്ളാലോ, പുറകിൽ നിന്ന് റോണി മനസ്സിൽ പറഞ്ഞു. അന്ന് വൈകുന്നേരം കോളേജ് ലൈബ്രറിയുടെ വിജനമായ വരാന്തയിൽ ആലിയയും നസ്രീനും മീരയും ഇരുന്ന് നാളത്തെ ക്ലാസ്സിലുള്ള നോട്ടുകൾ തയ്യാറാക്കിയായിരുന്നു. അപ്പോഴാണ് കയ്യിൽ 2 ഗ്ലാസ് ചൂട് ചായയും പരിപ്പോടയുമായി ആബേലും റോണിയും അവരുടെ അടുത്തേക്ക് ചെന്ന്. അവരെ കണ്ടോ മീര ചിരിച്ചു. ശേഷം, ആലിയ മാം, നമ്മുടെ ചെയർമാൻ വരുന്നുണ്ട്. സാധാരണ സമരത്തിന് മുമ്പ് ചായക്കടക്കാരൻ്റെ അടുത്ത് നിന്ന് അടിപിടി കൂടുന്ന ഇവൻ ഇന്ന് സ്വന്തം കാശ് അത് ചായ വാങ്ങി തന്നിരിക്കുന്നു. ചരിത്ര നിമിഷമാണ് മാഡം, ചരിത്ര നിമിഷം. അത് കേട്ട് ചായ ഗ്ലാസുകൾ മേശപ്പുറത്ത് വെച്ച്,
ലണ്ടനിലെ വലിയ കഫേകളിൽ നിന്ന് വില കൂടിയ കോഫി കുടിച്ച് ശീലിച്ച ആലിയ മേഡത്തിനും നസ്രീനും നമ്മുടെ നാടൻ തട്ടടിയിലെ ചായയും പരിപ്പോടെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പരിപ്പോടെ കടിച്ച് കണ്ണുകൾ വിടത്തിയ ഒരു അത്ഭുതത്തോടെ അവൾ പറഞ്ഞു. വാവ് ആബേൽ, ഇതിനെന്താ നല്ല ക്രിസ്പി ടേസ്റ്റ് ആണ്. ഇതിന്റെ പേരെന്താ? പരിപ്പ് വട്ടയോ? അത് കേട്ട റോണി ചിരിയടക്കാൻ പാടുവിട്ടുകൊണ്ട്, വട്ടയല്ല മേഡം, പരിപ്പോട. ലണ്ടനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈഡ് ക്രിസ്പി ലെൻഡിൽ കുക്കീസ് എന്ന് വിളിക്കാം. എന്തോന്ന്? മീരയാണത് ചോദിച്ചു. അത് കേട്ട് ആലിയ നസ്രീനും ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ വരാന്തയിലാകെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നിറഞ്ഞു. ആബേൽ, എന്നെ മാമെന്ന് വിളിക്കേണ്ട, ആലിയെന്ന് വിളിച്ചാൽ മതി. ക്ലാസ്സിന് പുറത്ത് നമ്മൾ ഫ്രണ്ട്സാണ്. ലണ്ടനിലെ ആഡംബരങ്ങളെക്കാൾ എത്രയോ മനോഹരമാണ് ഈ തൃശ്ശൂരും ഇവിടുത്തെ മനുഷ്യരും. എനിക്ക് ഈ നാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നസ്രീൻ ആലിയുടെ തോളിൽ പതിയെ തട്ടി ശേഷം ആബേലിനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ചായയും പരിപ്പടയും മാത്രമല്ല ആബേൽ, ഇവിടുത്തെ അന്തരീക്ഷവും ചില മനുഷ്യരൊക്കെ ആലിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ലണ്ടനിൽ നിന്ന് വരുമ്പോൾ ഇവൾ ഇത്രയും ഹാപ്പി ആയിരുന്നില്ല. നസ്രീൻ കളിയാക്കിയപ്പോൾ ആലിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൾ വിഷയം മാറ്റാനായി തന്റെ ഡയറി തുറന്ന് അതിലെ ചില ഉറുദു സൂഫി വരികൾ പതുക്കെ ചൊല്ലി. എന്താണ് മാം? സോറി ആലിയ, അതിൻ്റെ അർത്ഥം എനിക്ക് ഭാഷ അറിയില്ലെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. ആലിയ ആബേലിന്റെ കണ്ണുകളിൽ ആഴങ്ങളിലേക്ക് നോക്കിക്കൊണ്ട്, ഇതിന്റെ അർത്ഥം രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒന്നാവാൻ ഒരേ പദവിയോ ഒരേ ഭാഷയോ വേണമെന്നില്ല ആബേൽ. അവയുടെ മിടിപ്പുകൾ ഒന്നായാൽ മാത്രം മതിയെന്നാ. ആബേലൊന്നും മിണ്ടിയില്ല. അവൻ ആലിയയുടെ നീലക്കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ക്യാമ്പസിലെ രാഷ്ട്രീയ തല്ലുകൾക്കും മുദ്രാവാക്യങ്ങൾക്കുമിടയിൽ മാത്രം ജീവിച്ച തന്റെ പരുക്കൻ ഹൃദയത്തിലേക്ക് ഒരു ലെക്ചറുടെ രൂപത്തിൽ പ്രണയത്തിന്റെ പുതിയൊരു വെളിച്ചം കടന്നു വരുന്നത് അവൻ അറിയുകയായിരുന്നു. എന്നാൽ ആ ശാന്തത അധികം നേരം നീണ്ടു നിന്നില്ല. പെട്ടെന്നാണ് ക്യാമ്പസിന്റെ പ്രധാന ഗേറ്റിലേക്ക് 3 കറുത്ത ആഡംബര കാറുകളുടെ ഒരു വ്യൂഹം ഇരച്ചു കയറിയത്. കാറിൽ നിന്ന് കറുത്ത കോട്ടണിഞ്ഞ ചില സുരക്ഷാ ഉദ്യോഗസ്ഥർ തോക്കുമായി പുറത്തേക്ക് ഇറങ്ങി. അവരുടെ നടുവിലായി ക്രൂരമായ കണ്ണുകളുള്ള ലണ്ടനിലെ വലിയൊരു ബിസിനസ്സുകാരനായ ഷഹബാസ് ഉണ്ടായിരുന്നു. ആലിയുടെ ഉപ്പയുടെ ബിസിനസ് പങ്കാളിയുടെ മകനും അവളെ സ്വന്തമാക്കാൻ നടക്കുന്നവനുമായിരുന്നു അവൻ. ഷഹബാസ് വേഗത്തിൽ ആലിയുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു തിരിച്ചു. ആലിയ, മതിയാക്ക്. നിന്റെ ഈ ലക്സറുകളിൽ നാടും പ്രേമവും. ലണ്ടനിൽ നിന്റെ കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുക. നിന്റെ ഉപ്പ എന്നെയാണ് നിന്നെ തിരികെ കൂട്ടിക്കൊണ്ടുപോയി ഏൽപ്പിച്ച്. മര്യാദയ്ക്ക് ഇറങ്ങേണ്ട കൂടെ. ആലിയയുടെ കണ്ണുകൾ ഭയം കൊണ്ട് നിറഞ്ഞു. ആൾ വേദനയോടെ പുളഞ്ഞു. നസ്രീനും മീരയും ഷഹബാസിനെ തടയാൻ നോക്കിയെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ തള്ളി മാറ്റി. ഷഹബാസിന്റെ കയ്യിൽ നിന്ന് കുതിരിമാറിയ ആലിയ ഭയത്തോടെ ആബേലിന്റെ പുറകിലേക്ക് ഒതുങ്ങി നിന്നു. പ്ലീസ് ആബേൽ, എന്നെ ഒന്ന് രക്ഷിക്കും. ഇവൻ്റെ അടുത്തുനിന്ന് എനിക്ക് ലണ്ടനിലേക്ക് തിരിച്ചു പോകണ്ട. ഇവൻ ഷഹബാസ് അലി വളരെ ക്രൂരനാ. എനിക്ക് ഇഷ്ടമുള്ള ഇവനെ പേടിയാ. എൻ്റെ ഉപ്പയെ ബിസിനസ് കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത അവനെന്നെ സ്വന്താക്കാൻ നോക്കുന്നത്. ഷഹബാസ് ആബേലിനെ അടിമുടിയെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. ഏതാടാ നീ? വെറൊരു ലോക്കൽ കോളേജ് പിച്ചക്കാരൻ സ്റ്റുഡൻറ്. എന്റെ പെണ്ണിന്റെ അടുത്തുനിന്ന് മാറികിട പുല്ലേ. അവനിൽ നിന്ന് ആ വാക്കേട്ടതും ആബേലിന്റെ കൺട്രോൾ പോയിരുന്നു. അവന്റെ കണ്ണിൽ തീ ആളിക്കത്തി. തന്റെ പ്രൊഫസറുടെ തന്റെ ജീവനായ പെൺകുട്ടിയുടെ മേൽ കൈവച്ചവനെ അവൻ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല. ആബേൽ ഷഹബാസിന്റെ കോളിൽ കുത്തിപ്പിടിച്ച് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിയൊരു ഒറ്റ അടിയായിരുന്നു. അവന്റെ മൂക്കിൽ നിന്ന് ചോരയൊലിച്ച് നിലത്തേക്ക് തെറിച്ചു വീണു. സുരക്ഷാ ഉദ്യോഗസ്ഥർ തോക്കുകളുമായി ആബേലിന് നേരെ അടുത്തു. അപ്പോഴേക്കും ആബേലേ വിളിച്ചുകൊണ്ട് റോണിയുടെയും മീരയുടെയും നേതൃത്വത്തിൽ കോളേജിലെ 100 കണക്കിന് വിദ്യാർത്ഥികൾ കയ്യിൽ കിട്ടിയ മരക്കഷ്ണങ്ങളുമായി ആബേലിനും ആര്യ മേഡത്തിനു ചുറ്റും ഒരു കോട്ട പോലെ അണിനിരന്നു. അക്ഷര കോളേജ് മുറ്റം പെട്ടെന്നൊരു യുദ്ധക്കളമായി മാറി. വലിയൊരു കൊടുങ്കാറ്റിന്റെയും വർഷങ്ങൾ നീളാൻ പോകുന്ന വിരഹത്തിന്റെയും ത്യാഗത്തിന്റെയും തുടക്കമായിരുന്നു ആ നിമിഷം. അക്ഷര കോളേജിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത വിധത്തിലുള്ള ഒരു പോരാട്ടത്തിനായിരുന്നു അന്ന് കലാലയമുറ്റം സാക്ഷ്യം വഹിച്ചത്. ആബേലിന് ചുറ്റും വിദ്യാർത്ഥികൾ തീർത്ത മനുഷ്യക്കോട്ട കണ്ട് ഷഹബാസിന്റെ ബോഡി ഗാർഡുകൾ തങ്ങളുടെ തോക്കുകൾ പതുക്കെ താഴ്ത്തി. തൃശൂർക്കാരായ പിള്ളയുടെ കയ്യിലെ മരക്കഷ്ടങ്ങളും ഹോക്കി സ്റ്റിക്കുകളും തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ളതാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. മൂക്കിൽ നിന്നൊഴിച്ച ചോര തുടച്ചുകൊണ്ട് ഷഹബാസ് നിലത്തിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ ക്രൂരമായ കണ്ണുകളിൽ പരാജയത്തിന്റെ നാണക്കേടും ആബേലിനോടുള്ള അടങ്ങാത്ത പകയും തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. അവൻ ആബേലിന് നേരെ വിരൽ ചൂണ്ടി. ആബേൽ ജോൺ, ഈ അടിയുടെ വില നീ കൊടുക്കേണ്ടി വരും. നിന്റെ കോളേജ് പിള്ളേർക്ക് നിന്നെ ക്യാമ്പസിന് പുറത്ത് രക്ഷിക്കാൻ കഴിയില്ലല്ലോ. ആലിയ, നീ ഓർത്തു വെച്ചോ, നീ എന്റേത് മാത്രം. അത് കേട്ട് റോണി കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് വന്ന് കയ്യിലെ വടി തോളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അളിയ ഷഹബാസേ, വണ്ടി വിട്ടെ. മൂക്കിന്ന് വരുന്ന ചോര നേരെ ചെന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ കാണിക്കുക. ലണ്ടനിലെ ചോരയ്ക്കവിടെ വില കുറവാ. അടുത്ത തവണ ആലിയ മേഡത്തിന് നേരെ കൈ നീട്ടിയാ മൂക്കല്ല, നിന്റെ ഈ കോട്ടും സൂട്ടും മാത്രമായിരിക്കും ലണ്ടനിലേക്ക് തിരിച്ചു പോവാ. ഏടാ ചെമ്പക്കൊരങ്ങ. കുട്ടികൾ ആർത്തി വിളിച്ചപ്പോൾ ഷഹബാസ് കള്ളിച്ച മുഖത്തോടെ തന്റെ ആഡംബരക്കാരിലേക്ക് കയറി.
കാറുകൾ ക്യാമ്പസ് ഗേറ്റ് കടന്നു പോകുന്നവരെ ആബേൽ ആലിയക്ക് കാവലായി മുന്നിൽ തന്നെ നിന്നു. ഭയം കൊണ്ട് വിറക്കിയായിരുന്ന ആലിയ പതുക്കെ ആബേലിന്റെ കൈകളിൽ പിടിച്ചു. ആൾക്ക് ചുറ്റും ഒരുപാട് സുരക്ഷാ ജീവനക്കാർ ഉണ്ടായിരുന്നിരിക്കാം ലണ്ടനിൽ. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾ അവൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടുന്നത്. താങ്ക്സ് ആബേൽ. പക്ഷേ ഷാബാസ് ഇത് വെറുതെ വിടില്ല. അവൻ വളരെ സ്വാധീനമുള്ളവനാ. നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയില്ല. ആലിയ കണ്ണുനീരോടെ പറഞ്ഞു. അപ്പോൾ അവൻ കാണുകയായിരുന്നു ആളുടെ കണ്ണുകളിലെ ഭയം. ആ ഭയം തുടച്ചു മാറ്റാനെന്നോണം പതുക്കെ പുഞ്ചിരിച്ചു. ശേഷം, ആലിയ, ഈ ആബേല് രാഷ്ട്രീയക്കാരനാ. ഒരടി വന്നാൽ തിരിച്ചൊരടി കൊടുക്കാൻ മാത്രമേ എനിക്കറിയൂ. അത് ലണ്ടനിലെ മുതലാളിയായാലും ശരി, ഇവിടുത്തെ ഗുണ്ടയായാലും ശരി, നിങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല ഈ അക്ഷര കോളേജ്. എന്നാൽ ഷാബാസിന്റെ ചതിപ്രയോഗങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു. അന്ന് രാത്രി തൃശൂർ നഗരത്തിലെ ഒരു പ്രമുഖ ആഡംബര ഹോട്ടലിൽ വെച്ച് അവൻ സിറ്റി പോലീസ് കമ്മീഷണറെയും ആലിയയുടെ ഉപ്പ ജലാൽ അഹമ്മദിനെയും ഫോണിൽ ബന്ധപ്പെട്ടു. ആബേൽ ആലിയെ കോളേജിൽ വെച്ച് ശല്യം ചെയ്തുവെന്നും ലണ്ടൻ ബിസിനസ് ഗ്രൂപ്പിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ള വ്യാജ പരാതി ചമയ്ക്കപ്പെട്ടു. അടുത്ത ദിവസം പുലർച്ചെ അക്ഷര കോളേജിലേക്ക് ആലിയ എത്തുന്നതിന് മുമ്പ് തന്നെ ക്യാമ്പസിനെ നടക്കിക്കൊണ്ട് വലിയൊരു പോലീസ് സന്നാഹം അവിടെ എത്തി. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും പോലീസുകാർ ആബേലിനെ ബലമായി ജീപ്പിലേക്ക് അയറ്റി. ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ പേരിൽ അവനെതിരെ നിരവധി വകുപ്പുകൾ ചുമത്തി റിമാൻഡ് ചെയ്യാനായിരുന്നു നീക്കം. റോണിയും കുട്ടികളും ജീപ്പ് പറയാൻ നോക്കിയെങ്കിലും പോലീസ് ലാത്തി വീശി അവരെ തുരത്തി. ഈ വാർത്തയറിഞ്ഞ ആലിയ കോളേജിലേക്ക് ഓടിയെത്തിയപ്പോഴേക്കും ആബേലിനെയും കൊണ്ട് പോലീസ് ജീപ്പ് ദൂരേക്ക് മറിഞ്ഞിരുന്നു. ആലിയ പ്രിൻസിപ്പലിനോട് കരഞ്ഞു പറഞ്ഞു, സർ, ആബേൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ രക്ഷിക്കാൻ അവൻ ശ്രമിച്ച്. ദയവായിട്ട് അവനെ രക്ഷിക്കൂ പ്ലീസ്. പ്രിൻസിപ്പൽ നിസ്സായതോടെ അവളെ നോക്കി. മോളെ ആലിയ, ഇത് മുകളിൽ നിന്നുള്ള കളിയാ. ലണ്ടനിൽ നിന്ന് നിന്റെ ഉപ്പ നേരിട്ടാണ് ഹോം മിനിസ്റ്റർ വിളിച്ചത്. നിന്നെ ഉടൻ തന്നെ ലണ്ടനിലേക്ക് തിരികെത്തിക്കണമെന്നും ആബേലിനെ ജയിലടക്കണമെന്നുമാണ് ഓർഡർ. എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴേക്കും ലൈബ്രറി വരാന്തയിലേക്ക് ഷാബാസും ജലാൽ അഹമ്മദിന്റെ വിശ്വസ്തരായ ബോഡി ഗാർഡുകൾ എത്തിക്കഴിഞ്ഞിരുന്നു. ഈ തവണ അവരുടെ കയ്യിൽ ഔദ്യോഗികമായ ഇന്റർപോളിന്റെയും എംബസിയുടെയും പേപ്പറുകളുണ്ടായിരുന്നു. ക്രൂരമായ ചിരിയോടെ ആലിയയുടെ അരിയിലേക്ക് ഷാബാസ് വന്നു. കണ്ടോ ആലിയ, നിന്റെ ആ ലോക്കൽ ഹീറോ ഇപ്പോ ജയിലുകൾക്കുള്ളിലാണ്. ഇനിയും നീ ഇവിടെ കിടന്ന അവന്റെ ആയുസ് ജയിലിൽ തന്നെ തീരും. നിന്റെ ഉപ്പാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാ. മര്യാദക്ക് ഇപ്പൊ തന്നെ ലണ്ടനിലേക്ക് വരാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡിയാണ്. നീ വന്നില്ലെങ്കിൽ ആബേലിന്റെ കഥ കഠിന തടവിലേക്ക് മാറും. ആബേലിന്റെ ജീവൻ അപകടത്തിലാവുമെന്ന് മനസ്സിലാക്കിയ ആലിയ പൂർണ്ണമായും തകർന്നുപോയി. തന്റെ പ്രണയം ആബേലിന്റെ ജീവിതം തകർക്കരുതെന്ന് അവൾ ആഗ്രഹിച്ചു. ആബേലിന്റെ മോചനത്തിനു വേണ്ടി അവൾ ആ ചതിക്ക് വഴങ്ങാൻ തീരുമാനിച്ചു. ആലിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് അമർത്തി തുടച്ചുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു, ഞാൻ വരാം ഷാബാസ്. പക്ഷെ ഒരൊറ്റ നിബന്ധന. ഞാൻ ലണ്ടനിലേക്ക് പുറപ്പെടുന്ന അതേ നിമിഷം ആബേൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണം. അവനെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കണം. നീ എയർപോർട്ടിൽ കയറുന്ന നിമിഷം അവൻ പുറത്തിറങ്ങും. അന്ന് വൈകുന്നേരം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ആലിയയെ ലണ്ടനിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രത്യേക വിമാനം റൺവേയിൽ തയ്യാറായി നിൽക്കുകയായിരുന്നു. കനത്ത സുരക്ഷയിലാണ് അവൾ ഷാബാസ് എയർപോർട്ടിലേക്ക് എത്തിച്ചത്. അതേസമയം ഷാബാസ് കൊടുത്ത ഉറപ്പ് പ്രകാരം തൃശൂർ സബ് ജയിലിൽ നിന്ന് ആബേൽ പുറത്തിറങ്ങി. ജയിൽ ഗേറ്റിന് പുറത്ത് കാത്തുനിന്ന റോണി ഓടി വന്ന ആബേലിനെ കെട്ടിപ്പിടിച്ചു. ആബേലെ, നമ്മൾ തോറ്റുപോയടാ. ആരെയും വേണം നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഷാബാസിന്റെ കൂടെ ലണ്ടനിലേക്ക് പോകാൻ സമ്മതിച്ചു. ഇപ്പൊ അവർ കൊച്ചി എയർപോർട്ടിലാ. വിമാനോടം പുറപ്പെടും. റോണിയുടെ വാക്കിൽ കേട്ടതും ആബേലിന്റെ ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. തന്നെ രക്ഷിക്കാൻ വേണ്ടി അവൾ സ്വന്തം ജീവിതം പരിഗണിക്കുകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ റോണിയുടെ തോളിൽ പിടിച്ചു കുലുക്കി. ശേഷം, ഇല്ലടാ റോണി, എന്റെ പെണ്ണിനെ മറ്റൊരുത്തരും വിട്ടുകൊടുക്കാൻ ഈ ആബേലിന് കഴിയില്ല. കാരണം അവൾ എന്നെയാണ് ഹംസഫർ എന്ന് വിളിച്ചത്. എന്ന് വെച്ചാ സഹയാത്രികൻ. അവളുടെ യാത്രയിൽ ഞാനുണ്ടാവും. വണ്ടിയെടുക്കൽ എയർപോർട്ടിലേക്ക്. ശേഷം ആബേലും റോണിയും കൂടി ബുള്ളറ്റ് എടുത്ത് കൊച്ചി എയർപോർട്ടിലേക്ക് ജീവൻ പണയം വെച്ച് പാഞ്ഞു. തൃശൂർ എറണാകുളം ഹൈവേയിലൂടെ ബുള്ളറ്റ് പറക്കുകയായിരുന്നു. പക്ഷെ അവർ എയർപോർട്ട് പരിസരത്തെത്തുമ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. എയർപോർട്ടിന്റെ വിൻഡോ ഗ്ലാസിലൂടെ ആബേൽ ആകാശത്തേക്ക് നോക്കി. അവിടെ ആലിയയും വഹിച്ചുകൊണ്ട് ലണ്ടനിലേക്കുള്ള ഭീമൻ വിമാനം മേഘങ്ങളെ കീറി മുറിച്ച് ഉയർന്നു പൊങ്ങി കഴിഞ്ഞിരുന്നു. ജനലിനരികിൽ നിന്ന് താഴേക്ക് നോക്കി ആലിയ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ആളുടെ കയ്യിലെ ഡയറിയിൽ കണ്ണുനീർ തുള്ളികൾ വീണുടഞ്ഞു. തൃശൂരിന്റെ ആകാശത്തപ്പോൾ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി പെയ്യാൻ തുടങ്ങിയിരുന്നു. താഴെ റൺവേയുടെ പുറത്ത് കനത്ത മഴയിൽ നനഞ്ഞൊട്ടി ആകാശത്തേക്ക് ഉയരുന്ന വിമാനത്തെ നോക്കി ആബേൽ നിസ്സഹായനായി നിന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരും മഴവെള്ളവും ഒന്നായി ഒലിച്ചിറങ്ങി. റോണി ആബേലിന്റെ പുറത്തെട്ടി വിതുമ്പിക്കൊണ്ട്, വിമാനം പോടാ, ഇനി മേടത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അത് കേട്ടതും ആകാശത്തേക്ക് നോക്കി മുഷ്ടിയുട്ടി ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞു, ഇല്ല റോണി, വിമാനം മാത്രമേ പോയിട്ടുള്ളൂ. നമ്മുടെ പ്രണയം പോയിട്ടില്ല. അവള് പോയത് ലണ്ടനിലേക്കല്ലേ. ഈ ആബേൽ ജോൺ പോവും കടലുകൾ താണ്ടി. അവൾക്ക് വേണ്ടി ഞാൻ ആ ലണ്ടൻ മണ്ണിൽ കാലുകുത്തും.
ഷഹബാസിന്റെ നെഞ്ചകർത്ത് ഞാൻ എൻ്റെ ആലിയെ തിരികെ കൊണ്ടുവരും. മഴ ശക്തിയായി പെയ്തുകൊണ്ടിരുന്നു. ആബേലിന്റെ നെഞ്ചിലെ പ്രണയാഗ്നി ആ മഴയിലും കൂടുതൽ ശക്തമായി ജ്വലിക്കുകയായിരുന്നു. വിരഹത്തിന്റെ ഒരു വലിയ കാത്തിരിപ്പിന് അവിടെ തുടക്കമായി. 3 വർഷങ്ങൾക്ക് ശേഷം ലണ്ടൻ നഗരം കനത്ത മഞ്ഞിൽ മൂടിക്കിടക്കുകയായിരുന്നു. പ്രശസ്തമായ ബിഗ് ബെൻ ക്ലോക്ക് ടവറിൽ സമയം പുലർച്ചെ 5 മണിയെന്ന് കാണിച്ചു. തണുത്തുറഞ്ഞ ഹീബ്രു എയർപോർട്ടിന്റെ വിൻഡോയിലൂടെ വെളിയിലേക്ക് നോക്കി ഒരാൾ കോട്ടിന്റെ കോളർ പതുക്കെ ഉയർത്തി നിവർത്തി നിന്നു. അത് ആബേൽ ജോൺ ആയിരുന്നു. പഴയ കോളേജ് ചെയർമാന്റെ പരിക്കൽ ലുക്കിൽ നിന്നും അവൻ ഒരുപാട് മാറിയിരുന്നു. താടി അല്പം നീട്ടി കറുത്ത ലോങ് കോട്ടും ബൂട്ട്സും ധരിച്ച് കണ്ണുകളിൽ പഴയതിനേക്കാൾ തീക്ഷ്ണതയോടെ അവൻ ലണ്ടന്റെ മണ്ണിലേക്ക് കാലുകുത്തി. കഴിഞ്ഞ 3 വർഷം അവൻ ജീവിച്ച് ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടിയായിരുന്നു, തന്റെ ആലിയെ തിരികെ നേടുക. അതിനായി കഠിനമായി പരിശ്രമിച്ച് UK സ്റ്റുഡൻസ് വിസയും പാർട്ട് ടൈം ജോലി ഒപ്പിച്ചുകൊണ്ടാണ് അവനോട് എത്തിയിരിക്കുന്നത്. എയർപോർട്ടിന് വെളിയിൽ ഒരു പഴയ ഫോക്സ് വാഗൺ കാറിന് മുകളിൽ ചാരിന്ന് വിറച്ചുകൊണ്ട് ഒരാൾ സിഗരറ്റ് വലിക്കുകയാണ്. കനത്ത തണുപ്പ് കാരണം മൂക്കിൽ നിന്ന് പുക വരുന്നുണ്ടായിരുന്നെങ്കിലും കക്ഷി ധരിച്ചിരിക്കുന്ന ഒരു കട്ടിയുറഞ്ഞ തൃശൂർ പൂരം എന്ന് എഴുതിയ ജാക്കറ്റായിരുന്നു. അത് മറ്റാരുമല്ല, 1 വർഷം മുമ്പ് ലണ്ടനിൽ ഒരു കെയർ ജോലിയുമായി ബന്ധപ്പെട്ടെത്തിയ ആബേലിന്റെ സ്വന്തം റോണിയാണ്. ആബേലിനെ കണ്ടതും റോണി സിഗരറ്റ് ദൂരേക്ക് എറിഞ്ഞ് ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു. തണുപ്പ് കൊണ്ട് റോണിയുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ട്. ആബേലെ, നീ അങ്ങനെ ലണ്ടനിലെത്തിയെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. എന്റെ അമ്മച്ചിയെ, എന്തൊരു തണുപ്പാടാ ഇത്. ഇവിടെ കക്കൂസിലെ വെള്ളം പോലെ ഐസർട്ടായിട്ടാണ് ഇരിക്കുന്നത്. നിന്റെ തൃശ്ശൂരിലെ ചോരയുടെ തിളക്കുമെന്ന് നോക്കാം. ആബേൽ റോണിയുടെ തോളിൽ തടിക്കൊണ്ട് പതുക്കെ ചിരിച്ചു. ചോര തിളക്കും റോണി, ഈ മഞ്ഞിനേക്കാൾ തണുപ്പാ കഴിഞ്ഞ 3 വർഷമായിട്ട് എന്നെ നെഞ്ചിനകത്ത്. നീ പറ, ആലിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? റോണി കാറിന്റെ ഡോർ ഒന്ന് ആബേലിനെ അകത്തേക്ക് കയറ്റി. കാര്യങ്ങൾ അത്ര എളുപ്പമല്ലിയാ. ഷഹബാസ് ഇപ്പൊ ലണ്ടൻ അണ്ടർവേൾഡിന്റെ വലിയൊരു കണ്ണിയാ. ആലിയുടെ ഉപ്പ ജലാൽ അഹമ്മദ് കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അതോടെ ബിസിനസിന്റെ മുഴുവൻ കൺട്രോളും ഷഹബാസിന്റെ കയ്യിലായി. ആലിയ മേഡത്തിന് അവൻ ലണ്ടൻ നഗരത്തെ പുറത്തുള്ള ഒരു വലിയ കോട്ട പോലത്തെ ബംഗ്ലാവിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. പുറം ലോകമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവുമില്ല. അവിടെ കനത്ത സുരക്ഷയില്ല. ആബേൽ സീലിലേക്ക് ചാരിയിരുന്ന് പുറത്തെ മഞ്ഞിലേക്ക് നോക്കി. അവളെ എവിടെയുണ്ടെങ്കിലും ഞാൻ അവളെ കണ്ടെത്തും റോണി. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. അടുത്ത ചില ദിവസങ്ങളിൽ ആബേൽ ലണ്ടനിലെ ഒരു പ്രമുഖ ഹോട്ടലിലെ പാർട്ട് ടൈം സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിച്ചു. പകൽ സമയങ്ങളിൽ അവനും റോണിയും ഷഹബാസിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളെക്കുറിച്ചും ആലിയ തടവിലാക്കപ്പെട്ട ബംഗ്ലാവിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു രാത്രി ആബേൽ ജോലി ചെയ്യുന്ന ആഡംബര ഹോട്ടലിൽ ലണ്ടനിലെ വൻകിട ബിസിനസ്സുകാരുടെ ഒരു വലിയ പാർട്ടി നടക്കുകയായിരുന്നു. VIP ഗസ്റ്റുകളെ സ്വീകരിക്കുന്ന ഡ്യൂട്ടിയിലായിരുന്നു ആബേൽ. പെട്ടെന്നാണ് ഹോട്ടലിന്റെ ഗേറ്റിലേക്ക് 4 കറുത്ത റോൾസ് റോയ്സ് കാറുകൾ ഇരച്ചു കയറിയത്. അതിൽ നിന്നും കറുത്ത സ്യൂട്ട് അണിഞ്ഞ ആയുധധാരികളായ ബോഡി ഗാർഡുകൾ പുറത്തിറങ്ങി. തുടർന്ന് മെയിൻ കാറിന്റെ ഡോർ തുറക്കപ്പെട്ടു. ആദ്യം പുറത്തിറങ്ങിയത് ക്രൂരമായ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഷഹബാസ് ആയിരുന്നു. 3 വർഷങ്ങൾ അവനെ കൂടുതൽ ശക്തിനും അപകടകാരിയുമാക്കി മാറ്റിയിരുന്നു. അവൻ തിരിഞ്ഞെന്ന് കാറിലേക്ക് കൈനീട്ടി. കാറിൽ നിന്ന് പതുക്കെ പുറത്തിറങ്ങിയ രൂപം കണ്ടതും സെക്യൂരിറ്റി വേഷത്തിൽ നിന്ന് ആബേലിന്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. അത് ആലിയായിരുന്നു. ചുവന്ന മനോഹരമായ ഒരു ഗൗൺ ധരിച്ച് തലയിൽ പഴയതുപോലെ തട്ടമിട്ടവൾ നിന്നു. പക്ഷെ അവിടെ ആ നീലക്കണ്ണുകളിലെ പഴയ തിളക്കം നഷ്ടപ്പെട്ടിരുന്നു. മുഖത്ത് വല്ലാത്തൊരു ശൂന്യതയും സങ്കടവും മാത്രമായിരുന്നു. ഷഹബാസ് അവളുടെ കയ്യിൽ ബലമായി പിടിച്ച് ഹോട്ടലിന്റെ അകത്തേക്ക് നടന്നു. ആബേൽ തൊപ്പി പതുക്കെ താഴ്ത്തി വെച്ച് അവർ കടന്നുപോകുന്നത് നോക്കി നിന്നു. ആലിയ അവനെ കടന്നുപോയ നിമിഷം അവളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ പേപ്പർ കഷ്ണം പതുക്കെ താഴേക്ക് വീണു. അത് മനഃപൂർവ്വം ഇട്ടതാണോ അതോ അബദ്ധത്തിൽ വീണതാണോ എന്ന് ആബേലിന് മനസ്സിലായില്ല. ആരും കാണാതെ ആബേൽ ആ പേപ്പർ കൈക്കലാക്കി. അത് ആലിയയുടെ ഡയറിയിൽ നിന്നും കീറിയെടുത്തൊരു പേപ്പറായിരുന്നു. അതിൽ ഉറുദുവിലൊരു വരി എഴുതിയിരുന്നു. അതിന് താഴെ ഇംഗ്ലീഷിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ടായിരുന്നു: മൈ ഹംസഫർ, I know you will come for me. I am trapped in the Blackwood Manor. Time is running out. ആൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആബേലിന്റെ നെഞ്ചിൽ 1000 ചെണ്ടകൾ ഒന്നിച്ച് കൊട്ടുന്ന പോലെ തോന്നി. അന്ന് അർദ്ധരാത്രി ലണ്ടൻ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള വിജനമായ ബ്ലാക്ക്വുഡ് മാനർ ബംഗ്ലാവിന്റെ പുറകിലെ മതിൽക്കരിയിൽ ആബേലും റോണി നിലയുറപ്പിച്ചു. കറുത്ത മഞ്ഞും കാറ്റും കാരണം ക്യാമറകളുടെ ദൃശ്യപരത കുറവായിരുന്നു. റോണി വിറച്ചുകൊണ്ട് തോക്ക് പോലെയുള്ള ഒരു ഇരുമ്പ് പൈപ്പ് കയ്യിലെടുത്തു. ശേഷം, ആബേലെ, ഉള്ളിൽ ചുരുങ്ങിയത് 20 കുണ്ടുകളിലും കാണും. നമ്മൾ വെറും 2 പേര്. തൃശ്ശൂരിലെ യൂണിയൻ ഓഫീസിൽ കയറുന്ന പോലെയല്ല ഇത്. പാസ്പോർട്ടും ഇല്ലാതെ നമ്മൾ ലണ്ടൻ ജയിലിൽ കിടക്കേണ്ടി വരും. നമ്മൾ ജയിലിൽ കിടക്കില്ലടാ റോണി. നീ ഇവിടെ കാർ സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ട് 10 മിനിറ്റിനുള്ളിൽ തിരിച്ചെത്തും. അവൻ വളരെ വിദഗ്ധമായി മതിൽ ചാടിക്കടന്ന് ബംഗ്ലാവിന്റെ അകത്തേക്ക് കയറി. സെക്യൂരിറ്റി ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് അവൻ ആരിയിരിക്കുന്ന 1-ാം നിലയിലെ റൂമിന്റെ ബാൽക്കണിയിലേക്ക് പൈപ്പ് വഴി വലിഞ്ഞു കയറി. റൂമിന്റെ ഗ്ലാസ് വാതിൽ പതുക്കെ തുറന്ന് അവനകത്തേക്ക് കയറിയപ്പോൾ ജനലരികിൽ നിന്ന് കരയുകയായിരുന്നു ആലിയ. പെട്ടെന്നൊരു നിഴൽ കണ്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. തന്റെ മുന്നിൽ നിൽക്കുന്ന ആബേലിനെ കണ്ട് അവൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഓടി വന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു.
ആബേൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുറുകെ കെട്ടിപ്പിടിച്ചു. ആബേൽ, നീ ശരിക്കും വന്നോ? അതോ ഞാൻ സ്വപ്നം കാണുവാണോ? ആബേൽ, എനിക്ക് പേടിയാവുന്നു. ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ ആലിയ? ദാ ആബേൽ ജോൺ വന്നിരിക്കുന്നു. വാ, നമുക്ക് ഇവിടുന്ന് പോവാം. ആ രണ്ടുപേരും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് റൂമിലെ ലൈറ്റുകളെല്ലാം ഒന്നിച്ച് തെളിഞ്ഞു. വാതിൽകൾ ക്രൂരമായ ചിരിയോടെ ഷാബാസും അവന്റെ കയ്യിലൊരു അത്യാധുനിക തോക്കുമായി ബോഡി ഗാർഡുകൾ നിൽപ്പുണ്ടായിരുന്നു. ഷാബാസ് ഉറക്കെ ചിരിച്ചു. വെൽക്കം ടു ലണ്ടൻ മിസ്റ്റർ ആബേൽ ജോൺ. തൃശൂർ എയർപോർട്ടിൽ വിമാനം മിസ്സായ പിച്ചക്കാരനൊടുവിൽ ലണ്ടൻ വരെ എത്തിയല്ലേ അലിയ? നിന്നെ ഈ കത്തിന്റെ ബോഡി ഗാർഡ് വഴി തന്നെയാ ഇവന് കിട്ടിയത്. നിന്നെ ഇങ്ങോട്ട് കെണിവെച്ച് വരുത്താൻ ഞാൻ ചെയ്തതായിരുന്നു അത്. ഇന്ന് ഈ ബ്ലാക്ക് വുഡ് മണ്ണിൽ നിന്റെ ബ്ലഡ് വീഴും. പറഞ്ഞുകൊണ്ട് ഷാബാസ് തോക്കിന്റെ ട്രിഗറിൽ വിലമർത്തി. ആലിയ ഭയത്തോടെ ആബേലിന് മുന്നിലേക്ക് കയറി നിന്നു. പക്ഷെ ആബേലൊട്ടും ഭയന്നില്ല. അവൻ ഷാബാസിന്റെ കണ്ണുകളിലേക്ക് നോക്കി പതുക്കെ മീശയൊന്ന് പിരിച്ചു. കാരണം ബംഗ്ലാവിന്റെ ജനൽ ഗ്ലാസുകൾ തകർത്തുകൊണ്ട് പുറകിൽ നിന്ന് റോണിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർക്കാരായ കുറച്ച് മലയാളി സുഹൃത്തുക്കൾ കയ്യിൽ വടികളുമായി അകത്തേക്ക് ഇരച്ചു കയറിയിരുന്നു. ആ സമയം ലണ്ടൻ കോട്ടക്കുള്ളിൽ മറ്റൊരു തൃശ്ശൂർ പൂരം കൂടി ആവർത്തിക്കാൻ പോവുകയായിരുന്നു. ബ്ലാക്ക്വുഡ് ബംഗ്ലാവിന്റെ വലിയ ജനൽ ചില്ലുകൾ തകർത്തുകൊണ്ട് റോണിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർക്കാരായ മലയാളി യുവാക്കൾ അകത്തേക്ക് ഇരച്ചു കയറിയപ്പോൾ ഷാബാസ് അവന്റെ ഗുണ്ടകൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ലണ്ടനിലെ മരവിക്കുന്ന തണുപ്പിലും തൃശ്ശൂർക്കാരുടെ ചോര തിളക്കിയായിരുന്നു. ഷാബാസ് തോക്ക് ആബേൽ നേരെ ചൂണ്ടി പല്ലിറുമിക്കൊണ്ട് പറഞ്ഞു, ഏയ് വാർ ദിസ് ബ്ലഡി ലോസൈസ്. ഇത് ലണ്ടനാ, ഇവിടെ എന്റെ നിയമമാ. അത് കേട്ടതും ആബേൽ കോട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ച് മീശ വിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. നിയമം നിന്റേതായിരിക്കും ഷാബാസ്, പക്ഷേ ഈ നിൽക്കുന്ന പിള്ളേരുടെ ചോര തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന് തീ കൊടുക്കുന്ന ഇനോടാ. ലണ്ടനിലെ തോക്കിൻ മുന്നിൽ പേടിച്ചു പിന്മാറാൻ ഇത് വേറൊരു ലോക്കൽ സ്റ്റുഡന്റ് അല്ല, അക്ഷര കോളേജിന്റെ ചെയർമാനാടാ, ചെയർമാൻ. മറുസൈഡിൽ റോണി കയ്യിൽ ഇരുമ്പ് വയ്പ് ചുഴറ്റി ഷാബാസിന്റെ പ്രധാന ബോഡി ഗാർഡ് ജോണിന്റെ മുമ്പിൽ ചെന്നിരുന്നു. എന്താടാ ജോണെ, നോക്കി പേടിപ്പിക്കാണ്ട് വന്ന അടി വാങ്ങിപ്പോടാ. ഡാബൻ, നീ ആ ഷാബാസിന്റെ കോട്ടിന്റെ കളറങ്ങ് മാറ്റിക്കോ. ഈ വെള്ളക്കാരൻ ഞാൻ ലണ്ടനിൽ ചായ കുടിപ്പിച്ച് വിടാം. ഷാബാസ് ട്രിഗർ അമർത്താൻ തുടങ്ങിയപ്പോഴേക്കും ആബേൽ വായുവിൽ ഉയർന്നിയാടി അവന്റെ കയ്യിലെ തോക്ക് തൊഴിച്ച് തെറിപ്പിച്ചു. പിന്നീട് അവിടെ നടന്ന തീപ്പാറുന്ന ഒരു മാസ് ആക്ഷനായിരുന്നു. ഷാബാസിന്റെ ഗുണ്ടകളെ റോണിയും കൂട്ടി അടിച്ചു നിലംപരിശാക്കി. ആബേൽ ഷാബാസിന്റെ കോളിൽ തൂക്കി പിടിച്ച് ബംഗ്ലാവിലെ വലിയ ചുമരിലേക്ക് ഇടിച്ചു നിർത്തി. എന്റെ പെണ്ണിന്റെ കണ്ണീരിന് നീ ലണ്ടൻ പൗണ്ട് കൊണ്ട് വില കൊടുക്കേണ്ടി വരടാ പറഞ്ഞ ആബേൽ അവന്റെ മുഖത്തിട്ടൊരു ഒറ്റയിടിയായിരുന്നു. ആബേലിന്റെ ഒറ്റയടിയിൽ ഷാബാസ് ചോര തുപ്പി നിലത്തേക്ക് വീണു. അവൻ തറയിൽ കിടന്ന് തോക്കിലേക്ക് വീണ് കൈ നീട്ടിയപ്പോൾ ബംഗ്ലാവിന്റെ പ്രധാന വാതിൽ തുറന്ന് കനത്ത പോലീസ് സന്നാഹവുമായി ഒരാൾ അകത്തേക്ക് കയറി വന്നു. അത് മറ്റാരുമല്ലായിരുന്നു, ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസിന്റെ തലവനായ ഡിറ്റക്റ്റീവ് അലക്സും അവന്റെ തൊട്ടുപിറകിൽ ആലിയുടെ ഉറ്റ സുഹൃത്ത് നസ്രീനുമായിരുന്നു. നസ്രീൻ കഴിഞ്ഞ 3 വർഷമായി ഷാബാസിന്റെ കള്ളക്കടത്ത് ബിസിനസ്സുകളുടെ രേഖകൾ ശേഖരിച്ച് പോലീസിന് കൊടുക്കാൻ ആബേലിനെ സഹായിക്കുകയായിരുന്നു. ആൻഡ് ഷാബാസ്, ലണ്ടൻ അണ്ടർവേൾഡ് മാഫിയായിട്ടുള്ള നിന്റെ ബന്ധവും ജല അഹമ്മദിന്റെ സ്വത്തുകൾ തട്ടിയെടുക്കാൻ നീ നടത്തിയ ബ്ലാക്ക് മെയിലിംഗ് എല്ലാം തെളിഞ്ഞിരിക്കുന്നു. യു ആർ അണ്ടർ അറസ്റ്റ്, അലക്സ് അവനോടായി പറഞ്ഞു. ശേഷം ഷാബാസിന്റെ കയ്യിൽ വിലങ്ങ് വീണു. അവനെ പോലീസ് വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ അവൻ ആബേലിനെ ആലിയെ നോക്കി പല്ലിറുമി. അപകടങ്ങളെല്ലാം ഒഴിഞ്ഞുപോയ നിമിഷം ബംഗ്ലാവിന്റെ ആ വലിയ ഹാളിൽ കനത്ത മൗനം പടർന്നു. ജനലിലൂടെ ലണ്ടനിലെ തണുത്ത മഞ്ഞുകാറ്റ് അകത്തേക്ക് അടിച്ചു കയറി. ആബേൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആലിയ വിറക്കുന്ന ചുണ്ടുകളോട് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. 3 വർഷത്തെ കാത്തിരിപ്പ്, വിരഹം, കണ്ണീർ എല്ലാ നിമിഷവും ഉരുകിത്തീർന്നു. ആബേൽ വിളിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറിപ്പോയിരുന്നു. ആളോടി വന്നവന്റെ കഴുത്തിലൂടെ കൈകൾ പിണച്ച് നെഞ്ചിലേക്ക് പടർന്നു കയറി. അവൻ അവളെ നേർത്തരക്കെട്ടിലൂടെ കൈകൾ ചുറ്റി അവളെ തന്നെ കൂടുതൽ ഇരുത്തി മുറുക്കി. ആളുടെ കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുള്ളികൾ അവൻ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. ശേഷം അവൻ പതുക്കെ അവളുടെ മുഖം തന്റെ കൈക്കുമ്പിളിലേക്ക് എടുത്തു. നീലക്കണ്ണുകളിലെ പ്രണയത്തിന്റെ ആഴം കണ്ട് ആബേലിന്റെ നിയന്ത്രണം നഷ്ടമായി. അവൻ പതുക്കെ ആളുടെ ചന്ദന നിറമുള്ള നെറ്റിയിലും കണ്ണുകളിലും മാറി മാറി ചുംബിച്ചു. ആലിയ അവന്റെ കോട്ടിൽ പിടിമുറുക്കി. ആളുടെ കണ്ണ് കൂമ്പി അടഞ്ഞു. അടുത്ത നിമിഷം ആബേലിന്റെ ചൂടുള്ള ചുണ്ടുകൾ ആലിയയുടെ വിറക്കുന്ന റോസാ പൂവിതൾ പോലുള്ള ചുണ്ടുകളിലേക്ക് അമർന്നതും എന്ന് പതിയെ വിളിച്ചുകൊണ്ട് അവൾ അവന്റെ കാലിലെ പെരുവിലിൽ ഉയർന്നു താഴ്ന്നു. ലണ്ടനിലെ ആ തണുത്തുറഞ്ഞ രാത്രിയെ പൂർണ്ണമായി ചൂട് പിടിപ്പിച്ചുകൊണ്ട് അവരുടേതൊരു തീക്ഷ്ണമായ ആഴത്തിലുള്ള ചൂടൻ ചുംബനമായി മാറി. 3 വർഷത്തെ വിരഹത്തിന്റെ ദാഹം മുഴുവനും ആ ചുംബനത്തിനുണ്ടായിരുന്നു. ആലിയ തന്റെ ചുണ്ടുകളാൽ ആബേലിന്റെ ചുംബനത്തിന് മറുപടി നൽകി.
അവന്റെ പ്രണയത്തിന്റെ ചൂടിലേക്ക് അവൾ പൂർണ്ണമായി ഉരുകി വീണു. അത് കണ്ടതും റോണി കണ്ണുപൊത്തിക്കൊണ്ട് പുറകോട്ട് നടന്നു പോകുമ്പോൾ പാവം ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ കർത്താവേ, ലണ്ടൻ തണുപ്പ് മാറ്റ ഇതിലും വലിയൊരു ഹീറ്റർ വേറെ ഇല്ല കേട്ടോ. ആബേലെ ഭാഗ്യ തൃശ്ശൂർ ചെന്നിട്ടാവും, വിമാനം വരാൻ സമയമായി. എന്നാൽ ഇവരിത് എന്നാ പണിയ കർത്താവെ കാണിച്ച്. ഒന്നുമില്ലെങ്കിലും അവനൊരു സ്റ്റുഡന്റും മാഡം ഒരു ടീച്ചറല്ലേ, അവനോ ബോധമില്ലാത്തവൻ. ഇതിപ്പോ ആലിയ മേഡം, മോശം മോശം, വളരെ മോശം. ഏയ് അങ്ങനെ ചിന്തിക്കാൻ കൂടി പറ്റില്ല. രാത്രി കിടന്ന് എനിക്ക് ഉറക്കം കിട്ടില്ല. അവൻ പറഞ്ഞ് പുറത്തേക്ക് പോയതും അവർ പരസ്പരം നോക്കി നാണത്തോടെ പുഞ്ചിരിച്ചു. മാസങ്ങൾക്ക് ശേഷം തൃശ്ശൂരിലെ അക്ഷര കോളേജ് ഓഫ് ആർട്സ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ആവേശത്തിലായിരുന്നു. ക്യാമ്പസ് മുഴുവൻ ചുവപ്പും വെള്ളയും നീലയും കൊടികളാൽ നിറഞ്ഞിരുന്നു. ഡ്രംസിന്റെ ശബ്ദവും സ്ലോഗനുകളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ഇത്തവണ യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് പഴയ ചെയർമാൻ ആബേലിന്റെ അനിത്യയായ ആൽഫിയ ജോൺ ആയിരുന്നു. എതിർപക്ഷത്ത് ശക്തനായ സ്ഥാനാർത്ഥിയായി ഗൗതം കൃഷ്ണ എന്ന പുതിയ ക്യാമ്പസ് ഹീറോയും ഉണ്ടായിരുന്നു. ഇലക്ഷൻ ഫലം പ്രഖ്യാപിക്കുന്ന ദിവസമായിരുന്നു അന്ന്. ക്ലാസ് റൂമിന്റെ വരാന്തയിൽ പുതിയ ഇംഗ്ലീഷ് പ്രൊഫസറായി വീണ് ചാർജ് എടുത്ത ആലിയ നൂർ സാരി അണിഞ്ഞ് പുഞ്ചിരിയോടെ നിൽപ്പുണ്ടായിരുന്നു. ആളുടെ കൈകളിൽ ആബേൽ കൊടുത്ത പ്രണയത്തിന്റെ ആ സൂഫി ഡയറിയും കൂടെ മീരയും ഉണ്ടായിരുന്നു. മേഡം, ഇത്തവണ കളി കടുപ്പാ. ആൽഫിയെ ജയിക്കുമോ അതോ ഗൗതം കൃഷ്ണ ചെയർമാനാവുമെന്ന് പറയാൻ പറ്റില്ല. ക്യാമ്പസിൽ നല്ല ടെൻഷൻ ഉണ്ട്. അത് കേട്ട് ആലിയ പുറത്തേക്ക് നോക്കി. ശേഷം പതിയെ ചിരിച്ചു. മീര, ഈ അക്ഷര കോളേജിന്റെ മണ്ണിൽ പ്രണയവും രാഷ്ട്രീയവും പഠിപ്പിച്ചെന്ന ഒരാളുണ്ട്. അവൻ വരും. അവന്റെ അനിയത്തി തോൽക്കില്ല. പെട്ടെന്നാണ് കോളേജ് ഗേറ്റിന് പുറത്ത് നൂറുകണക്കിന് ബുള്ളറ്റുകളുടെ ശബ്ദം ഒന്നിച്ച് കേട്ടത്. കുട്ടികൾ ആർപ്പ് വിളിച്ചുകൊണ്ട് ഗേറ്റിലേക്ക് ഓടി. കറുത്ത കുർത്തയും വെള്ളക്കസവും കൊണ്ട് പണിഞ്ഞ് കയ്യിൽ അക്ഷര കോളേജിന്റെ വലിയൊരു കൊടിയുമേന്തി ഒരു ബുള്ളറ്റിൽ ആബേൽ ജോൺ ക്യാമ്പസിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അവന്റെ കൂടെ പഴയതുപോലെ തോൾ കൈവച്ച് റോണിയും ഉണ്ടായിരുന്നു. ആബേലിനെ കണ്ടതും കോളേജ് യൂണിയൻ കുട്ടികൾ ആവേശത്തിന്റെ കൊടുമുടിയിലായി. ആബേൽ ബുള്ളറ്റ് നിർത്തി നേരെ വരാന്തിൽ നിൽക്കുന്ന ആലിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നീലക്കണ്ണുകളിൽ അവനോടുള്ള പ്രണയം ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആബേൽ പതുക്കെ മീശ വിരിച്ച് അവൾക്ക് നേരെ കണ്ണയുമ്മി കാണിച്ചു. അപ്പോഴേക്കും ലൗഡ് സ്പീക്കറിലൂടെ പ്രിൻസിപ്പലിന്റെ അനൗൺസ്മെന്റ് വന്നു. അക്ഷര കോളേജ് ഓഫ് ആർട്സ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചരിത്രപ്രസിദ്ധമായ ഭൂരിപക്ഷത്തോടെ പുതിയ ചെയർമാനായിട്ട് ആൽഫിയ ജോൺ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അനൗൺസ്മെന്റ് കേട്ടതും ക്യാമ്പസ് ഒന്നിറങ്ങി ആവേശത്തിൽ ആടിയുളഞ്ഞു. കുട്ടികൾ ആൽഫിയെ തോളിലേറ്റി. ശേഷം അവൾ ഓടി വന്ന് ആബേലിന്റെ കാല് തൊട്ട് വന്നിച്ചു. ആബേൽ അവളെ കെട്ടിപ്പിടിച്ച് കയ്യിലെ കൊടി ആൽഫിയെ ഏൽപ്പിച്ചു. തുടർന്ന് ആബേൽ പതുക്കെ നടന്ന് വരാന്തയിലേക്ക് കയറി ആലിയയുടെ മുമ്പിൽ വന്ന് നിന്നു. കലാലയ മുറ്റത്തപ്പോൾ സുഖമുള്ളൊരു മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. അവൻ ആലിയയുടെ കൈകൾ പതുക്കെ പിടിച്ച് ക്യാമ്പസിന്റെ പിള്ളേരെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, രാഷ്ട്രീയത്തിൽ ഈ ആബേൽ ജോൺ തോറ്റിട്ടില്ല. പ്രണയത്തിൽ എൻ്റെ ഈ ആലിയയും തോറ്റിട്ടില്ല. വിരഹത്തിന്റെ മേഘങ്ങൾ പെയ്തു തീർന്നു. ഇനി നമ്മുടെ പ്രണയത്തിന്റെ വസന്തമാണ്. ശേഷം ആബേൽ ആലിയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അക്ഷര കോളേജിൽ ആ പെയ്യുന്ന മഴയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ആർപ്പ് വിളികൾക്ക് നടുവിൽ അവർ ഒരുമിച്ച് ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. വാനിൽ അപ്പോൾ പ്രണയത്തിന്റെ മഴമേഘങ്ങൾ ഒരു മേഘദൂത് പോലെ പെയ്തൊഴിയുകയായിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.